ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ റവന്യൂ ഭൂമി പിടിച്ചെടുക്കാൻ വനം വകുപ്പിന്റെ നീക്കം. 50 വർഷത്തിലധികമായി കർഷകരുടെ കൈവശമിരിക്കുന്ന ഭൂമിക്കാണ് വനം വകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്കെതിരെ കള്ളക്കേസെടുക്കുന്നതായും ആക്ഷേപമുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മലയണ്ണാമല ഇടത്തട്ട് മേഖലയിലാണ് റവന്യൂ ഭൂമി പിടിച്ചെടുക്കാൻ വനം വകുപ്പ് നീക്കം നടത്തുന്നത്. വനഭൂമിയുടെ അതിരുകൾ വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിട്ടും ഇതിന് മറുപടി പോലും നൽകുന്നില്ല. വനം വകുപ്പിന്റെ നടപടിയെ എതിർക്കുന്നവരെ കള്ളക്കേസിൽ കുടുക്കുന്നതായും ആക്ഷേപമുണ്ട്. ഈ കഞ്ഞിക്കുഴി വില്ലേജിനുള്ളിൽ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ രേഖകളിലില്ല. ഭൂമിയുടെ സ്റ്റാറ്റസ് തീരുമാനിക്കേണ്ടത് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നിരിക്കുക. അവരുടെ രേഖകളിൽ BTR എല്ലാം കഞ്ഞിക്കുഴി വില്ലേജിൽ പൂർണ്ണമായിട്ടും പട്ടയഭൂമി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭൂമികൾ പൂർണ്ണമായിട്ടും റവന്യൂ പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് ഭൂമി കൈവശപ്പെടുത്തി അത് വനം ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വനം വകുപ്പിൻ്റെ ഒരു ഗൂഢ ലക്ഷ്യം ഇതിൻ്റെ പിന്നിലുണ്ട്. വനം വകുപ്പിന്റെ ജണ്ടയ്ക്ക് പുറത്ത് കൃഷി ചെയ്തിരുന്ന കാപ്പി ഉൾപ്പെടെയുള്ള വിളകൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. 50-60 വർഷമായി താമസിക്കുന്ന കർഷകരെ പോലും കുടിയൊഴിപ്പിക്കുമെന്നാണ് വനം വകുപ്പിന്റെ ഭീഷണി. അത് മേട്ടുമ്പോൾ തീ ഇട്ട് കയറിയുമ്പോൾ എനിക്ക് തീയും കൂടി കയറി വരും. അപ്പോൾ ഉള്ള എൻ്റെ അകത്ത് കാപ്പിയോ പല സാധനങ്ങളുണ്ട്, അതെല്ലാം കത്തിപ്പോവുക. ഞങ്ങൾ 40-45-56 കൊല്ലമായി താമസിക്കാൻ തുടങ്ങിയിട്ട്. അതുവരെ അമ്മമാർക്ക് അന്നൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് അമ്മമാർ ഇത്ര നാളായപ്പോഴാണ് വരുന്നത്. ഞങ്ങൾ പണ്ട് ഇവിടെ എല്ലാം കപ്പ ഇട്ടുകൊണ്ടിരുന്നതാണ്. അമ്മമാർ നാൾ വന്നേച്ച് അവിടെ ഒന്നും കയറല്, അവിടെ കയറല് ഇവിടെ കയറലെന്നും പറഞ്ഞ് അമ്മമാർ എന്നെ വന്ന് പേടിപ്പിച്ചിട്ട് പോയി. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ താമസിക്കത്തില്ല. ഇവന്മാർ രായും പകലും എല്ലാം പോർച്ചുകാരിങ്ങ് വന്നുള്ളൂ. ഞങ്ങൾക്ക് പേടിച്ചിട്ട് കിടക്കത്തുമില്ല. സാഫ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ വനം വകുപ്പിന്റെ നടപടിക്കെതിരെ രംഗത്തെത്തി. ഇവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമൃത ന്യൂസ്, ഇടുക്കി.